എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഹോസ്റ്റലിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുകയാണ്. കൂട്ടുകാരെ നോക്ക്, ചിക്കൻ 1/2 കിലോ മേടിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരെ. ചിക്കൻ കഴുകണ സ്ഥലം നോക്കിക്കോ. ഇതാണ് ചിക്കൻ കഴുകുക. നല്ല ചൂട് വെള്ളത്തിലാണ് ചിക്കൻ കഴുകണത്. നല്ല ശബ്ദമല്ലേ ഇവിടുത്തെ? നല്ല ശബ്ദമുണ്ട്. റൂമിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട്. അതെ, മഞ്ഞപ്പൊടിയൊന്നും ഇല്ല, എന്നാലും കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് ചകിരിയിട്ട് തേക്കണ പോലെയൊക്കെ തേക്കണത്. ചിക്കൻ കഴുകിയിട്ട് ഇനി എന്താണ് ചിക്കൻ കഴുകിയിട്ട് ഓക്കെ. ചിക്കനൊക്കെ 2-3 വട്ടം കഴുകി. കൂട്ടുകാരതാ ചിക്കനൊക്കെ കഴുകി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ ഇടാൻ പോവുകയാണ്. ഗരം മസാല ഇടണം. ഇതാ എല്ലാ മസാലയും കൂട്ടിയൊക്കെ ചിക്കൻ കറി വെക്കുകയാണ്. ഇതാ മുളക് പൊടി ഇട്ടു. ഉപ്പിടുന്നില്ല, ആവശ്യമായിട്ടിടല്ലേ? ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ കഴിക്കാനൊന്നും ആൾക്കാർ കുറവുണ്ടാവില്ല. അയ്യോ, ചിക്കൻ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് അതേതാ ഓയില്? ഊള ഓയിൽ അല്ലേ? ഓക്കെ, ഊള ഓയിൽ ഇത് അവിടെ ഒഴിക്കുന്നുണ്ട്. എന്തല്ലോ കുറഞ്ഞു പോയ പോലെ ഉണ്ടല്ലോ. കടുകെണ്ണയാണ്, വേറെ ഒന്നുമല്ല, ഊള ഓയിലല്ല കേട്ടോ. ബാക്കിയെല്ലാ സാധനം എടുക്കും. ഇത് മിക്സിങ് ഇതാണ്. മിക്സ് ആക്കിയിട്ട് തന്നെ കുറച്ച് നേരം എന്താ ചെയ്യാൻ പോണേ? മരനായിട്ടാ. കുറച്ച് സമയം ഇങ്ങനെ പിടിക്കണം. പിടിക്കുന്ന സമയം ഇനി നമുക്ക് ഇതാണ് മസാല ഡപ്പ. ചിക്കൻ മേടിച്ചാൽ കുളിച്ചിട്ട് വന്നിട്ട് ഇരിക്കുക. ഇനി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഭക്ഷണം കഴിച്ചാൽ മതി. അവർക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്നല്ല, താഴെ നിന്ന്. ചിക്കനൊക്കെ കുഴച്ച് സെറ്റാക്കി. എന്തോ ഇടാൻ വിട്ടെന്ന് പറയുന്നുണ്ട് ജിൻതേട്ട. ഉപ്പിൻ്റെ ഒപ്പം കടുകൊക്കെ ചേർന്ന് നടക്കുന്നുണ്ട്. നല്ല കൂട്ടിയൊക്കെ ഇട്ട് ടേസ്റ്റ് നോക്കിയാൽ മതി. അതെ, ടേസ്റ്റ് നോക്കിയാൽ മതി. ചിക്കൻ കുഴച്ച് മിക്കവാറും കുഴഞ്ഞു പോവുമായിരിക്കും, വെള്ളം പോലെ. ഇത് നമ്മുടെ അടുത്തുള്ള നമ്മുടെ കൂട്ടുകാരാണ്. ഇവരൊക്കെ നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്നവരാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ റാഗി മുദ്ദ എന്ന് പറയും. ഇത് നമ്മുടെ ശാന്തരാജാണ്. ഇത് കൂട്ടുകാരൻ നമ്മുടെ മൈസൂരുകാരനാണ്. നമ്മുടെ ഇത് ബാംഗ്ലൂരിലെ ന്യൂ ഐറ്റംസ് മുദ്ദു ശാന്തരാജ് ആക്കുന്നു. നാളെ തൊട്ട് ലീവാണ്. പുതിയ വീടെടുക്കുന്നുണ്ട് പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട്. മുദ്ദ് കഴിക്കുന്നത് സ്റ്റാമിനക്ക് വേണ്ടിയിട്ട്. നല്ല വിധം കണ്ട, അയ്യോ, സ്റ്റാമിനക്ക് വേണ്ടിയിട്ടാണ് ഇവൻ മുദ്ദു ആക്കുന്നത്. ലീവ് എടുത്തിട്ട് നാളെ നാട്ടിൽ പോക്കാണ്. ഒരുത്തൻ ജിമ്മ് കളിച്ചിട്ട് തടി കുറയാതെ സാധനാണ് ഇവൻ. വേസ്റ്റ്. ആടെ വെക്കുന്ന ഒരു സാധനമാണ്. ഫോൺ വിളിച്ചിട്ട് പെണ്ണോട് എപ്പോഴും കത്തിയടിക്കലാന്ന് അവൻ്റെ ഹോബി. വേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു. കൂട്ടുകാരത്തെ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ചൂടാക്കുന്നുണ്ട്. എന്തിനാ ചൂടാക്കണമെന്ന് പറഞ്ഞാൽ പിടിക്കട്ടടാ ജ്യോതി. അതാ പിടിക്കട്ടെന്ന്. കൂട്ടുകാരത്തെ ചിക്കന് വേണ്ടിയിട്ട് സവാള മുറിക്കാം. ഭയങ്കര സ്പീഡാണ് ശരത്താറ്റം മുറിക്കുന്നത്. ഭയങ്കര എക്സ്പേർട്ടാണ് സവാള മുറിക്കുന്നത്. മുറിച്ച് കൈ മുറിക്കാണ്ട് ഭയങ്കര സ്പീഡ് മുറിക്കുക. നമ്മളൊക്കെ ഇത്രയും സ്പീഡിലൊന്നും മുറിക്കാൻ പറ്റില്ല. കണ്ടോ, എക്സ്പേർട്ടാണ്. കുറേ വർഷമായിട്ട് സവാള മുറിച്ച് ഇങ്ങനെ എക്സ്പേർട്ടായതാണ്. 3 സവാള, 2 തക്കാളി, പിന്നെന്താണ്, വെളുത്തുള്ളി ഒന്നുമില്ലേ? ഇതൊക്കെ വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുക. ജിൻതേട്ടൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എപ്പോഴെങ്കിലും ഉണ്ടാക്കുള്ളൂ. എന്താ, തക്കാളിയൊക്കെ വേഗമാണ് കയ്യിൽ തന്നെ മുറിക്കുകയാണ് ശരത്തേട്ടൻ. നല്ല വേഗം കറി വെക്കുന്ന ആളാണ്. ഭയങ്കര സ്പീഡായിട്ട് മുറിക്കുന്നത്. ഏകദേശം ചിക്കൻ പകുതി വേവായി. ചിക്കനൊന്നും ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജിൻതേട്ടൻ ഇങ്ങനെ ഇത് ഹാഫ് ബോയിൽ ആക്കിയിട്ടെടുത്തു. ഇനി കറിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഒരുക്കാൻ പോവാണ്. കറി ഉണ്ടാക്കുന്ന മെയിൻ ആളാണ്.
ഇത് ഇവിടെ ഒരാളുണ്ട്, പാത്രം കഴുകാൻ വിട്ടു. ഇത് ചിക്കൻ വേറെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. പാത്രം എടുത്തിട്ട് കറിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എണ്ണ ഒഴിച്ച് അതിൽ തന്നെ ചിക്കൻ ഉണ്ടാക്കുന്ന തിരക്കിലാണ് എല്ലാവരും. മസാലകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട് ഗൈസ്. എന്നാലും ജലാംശമൊക്കെ ഇങ്ങനെ പൊട്ടി തെറിക്കുക. കടുകൊന്നും ഇട്ടില്ലേ? കടുകിടല്ലോ. ഓക്കെ. സവാള ഇട്ട് കൂട്ടി വെക്കുകയാണ്. ചൂട് മസാലപ്പൊടി ഇടാൻ പോവുകയാണ് ശരത്തേട്ട. തക്കാളി ഇട്ടു. കൂട്ടുകാരെ മസാലയൊക്കെ നന്നായി, സവാളയൊക്കെ നന്നായി വെന്തു, തക്കാളിയൊക്കെ വെന്തു. ചിക്കനൊക്കെ ഇട്ട് മിക്സ് ആക്കുകയാണ് കൂട്ടുകാരെ. ഇതൊക്കെ കമന്റ്സ് വരുന്നുണ്ട്, പേടിക്കണ്ട. ഇനി എന്താ ചെയ്യാൻ പോണേ? മൂടി വെക്കുക. അത്ര ചിക്കൻ അടുത്ത പരിപാടി തുടങ്ങി. ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് അല്ല വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടു. എന്താ ഉപ്പ് നോക്കുന്നുണ്ട് ചിക്കൻ കറിയിൽ. കൂട്ടുകാരതാ ചിക്കനിൽ വെള്ളം ഒഴിച്ചു. ഇനി കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡിയാണ്. അപ്പം നമുക്ക് ചിക്കൻ നല്ല രുചിയായിട്ട് കഴിക്കാം. എന്താ പോകുന്നുണ്ട് കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ റെഡിയായി. എന്താ റെഡിയാണ്. അയ്യോ പ്ലേറ്റ് താഴെ. കൂട്ടുകാരെ ചിക്കൻ പീസ് ഇതാണ്, കഴിക്കാൻ പോവാ. നല്ല ചൂടുണ്ട്. ടേസ്റ്റ് ഉണ്ട്. ചെറുതായിട്ട് ചിക്കനിൽ ഉപ്പ് പിടിച്ചിട്ടില്ല. ഉപ്പുണ്ട് ചിക്കനിൽ ചെറുതായിട്ട് പിടിച്ചിട്ടില്ല. കൂട്ടുകാരെ ഇതാ ചിക്കൻ, ചോറ്, പൊറോട്ട. ഇതാ ഇവിടെ ഒരാൾ കഴിക്കാൻ തുടങ്ങി. ഇത് കറി വേറെയാണ്, ഇതാണ് ശരിക്കുള്ള കറി. കറിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയണം. ഞാൻ എടുത്തു തരാം. ഓക്കെ ഗോയ്സ്, ചിക്കൻ ടേസ്റ്റ് നോക്കുന്നുണ്ട്. ടേസ്റ്റ് ഒക്കെ നന്നായിട്ടുണ്ടെന്ന് അത്ര. ഇതാ ഇവിടെ പൊറോട്ട കഴിച്ചിട്ട്, പൊറോട്ടേനൊപ്പം ചിക്കൻ കറി. എൻ്റെ കൂട്ടുകാരെ ചിക്കൻ്റെ ഒപ്പം പൊറോട്ട എൻ്റെ അമ്മേ. ഞാനൊരു ടേസ്റ്റ് നോക്കുകയാണ്. അതിലൊക്കെ വെള്ളം നിറയുക. ആഹാ നോക്കിക്കോ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.